പശ്ചിമേഷ്യൻ സംഘർഷത്തെക്കുറിച്ച് പ്രധാനമന്ത്രി പാർലമെന്റിൽ സംസാരിക്കും. 2 മണിക്കാണ് ലോക്സഭയിൽ മോദി സംസാരിക്കുന്നത്. റഷീദ് ബിൻ മുഹമ്മദ് കൂടുതൽ വിശദാംശങ്ങൾ നൽകാനായി ഡൽഹിയിൽ നിന്ന് ചേരുന്നുണ്ട്. റഷീദ്, ഈ പശ്ചിമേഷ്യൻ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ മോദി എന്തു പറയുന്നു എന്നതിൽ വലിയ ആകാംക്ഷയുണ്ട്. എന്തൊക്കെ കാര്യങ്ങളായിരിക്കും സംസാരിക്കാൻ സാധ്യതയുള്ളത്? എപ്പോഴാണ് മോദി സംസാരിക്കുക ലോക്സഭയിൽ? നേനു ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോട് കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക്സഭയെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുക. നിലവിലെ പശ്ചിമേഷ്യൻ സംഘർഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലായിരിക്കും മോദി സംസാരിക്കുക എന്നുള്ളതാണ്. ഇതിൽ ഏറെ പ്രധാനപ്പെട്ടത് ഈ പശ്ചിമേഷ്യൻ സംഘർഷവും അതോടൊപ്പം ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക എന്നീ രാജ്യങ്ങളുമായി തമ്മിലുള്ള സംഘർഷത്തിൽ ഇന്ത്യയുടെ നിലപാട് എന്ത് എന്നുള്ളതായിരിക്കും പ്രധാനമന്ത്രിയും പ്രധാനമായും വിശദീകരിക്കുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതോടൊപ്പം ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയും നിലവിലെ LPG പ്രതിസന്ധി അടക്കമുള്ള വിഷയങ്ങളിൽ കേന്ദ്ര സർക്കാരിന്റെ മറുപടി പ്രധാനമന്ത്രിയിലൂടെ ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. നേരത്തെ നിരവധി തവണ പാർലമെന്റിൽ ഈ വിഷയം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പ്രതിപക്ഷ MP-മാർ പ്രതിഷേധിക്കുകയും അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ കത്ത് നൽകുകയും ചെയ്തിരുന്നു. പക്ഷേ അതൊക്കെ നിരാകരിക്കുന്ന ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാരിന് പ്രധാനമന്ത്രിയും നരേന്ദ്രമോദിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇന്നും സമാനമായിട്ടുള്ള രീതിയിൽ പാർലമെന്റിൽ ചർച്ച വേണമെന്നുള്ളൊരു ആവശ്യം പ്രതിപക്ഷം ഉയർത്തി വരികയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ മോദി സംസാരിക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുന്നാലും ഇന്ത്യയുടെ ഒരു നിലപാട് എന്തായിരിക്കും എന്നുള്ളത് തന്നെയായിരിക്കും പ്രധാനമന്ത്രിയും മുന്നോട്ട് വെക്കുക. പ്രത്യേകിച്ചും മറ്റു രാജ്യങ്ങളുമായൊക്കെ തന്നെ വിദേശ നയതന്ത്രപരമായിട്ടുള്ള ചർച്ചകൾ മോദി നേരത്തെ നടത്തിയിട്ടുണ്ടോ, അതുമായി ബന്ധപ്പെട്ടുള്ള വിശദീകരണങ്ങളും നൽകും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാകുന്നത്.